സമന്തപഞ്ചകോപാഖ്യാനം എന്നൊരു ഭാഗം. ഞാൻ ഈ കഥ നിങ്ങളോട് സൂചിപ്പിച്ചു. സമ്പൂർണ്ണ സൂര്യഗ്രഹണം വന്ന സമയത്ത് ഭഗവാൻ സമന്തപഞ്ചക തീർത്ഥത്തിലെത്തുകയാണ്. ആ സമന്തപഞ്ചക തീർത്ഥത്തിലാണ് ഭഗവാൻ സൂര്യഗ്രഹണ സമയത്ത് സ്നാനം ചെയ്യുന്നതും അവിടെ നടന്ന സത്സംഗവും. ഭഗവാൻ അവിടെ എത്തിയ വിവരം പലരും അറിഞ്ഞ്, എല്ലാവർക്കും അറിയാം. അതാണ് ഈ കുംഭമേളയുണ്ടല്ലോ, അത് പലരും പറയേണ്ട കാര്യമില്ല, ആളുകൾ അങ്ങനെ ഒഴുകിയെത്തിക്കോളും. ഈ നാഗസന്യാസിമാരെന്നൊക്കെ പറയുന്നത് ഹിമാലയത്തിൻ്റെ ഏതൊക്കെയോ ഭാഗത്ത്, നോർമലി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവരെ. എന്നാൽ ഇവരെല്ലാം ഒരു വൈകുന്നേരം, ഈ പക്ഷികളുണ്ടല്ലോ വൈകുന്നേരം അങ്ങനെ ഒന്നിച്ചു പറക്കുന്നത്, അതേപോലെ നമുക്ക് പറന്നു വരുന്ന പോലെ അങ്ങനെ കുംഭമേളയിലൊക്കെ വരുന്നത് കാണാം. എവിടുന്ന് വരുന്ന ഒരു പിടിയില്ല, അവരങ്ങനെ തിരിച്ചങ്ങോട്ട് പോവുകയും ചെയ്യും. പിന്നെ അപ്രത്യക്ഷരാണ്. ഇവർക്കെന്നാണെങ്കിൽ മൊബൈലും ഇല്ല, കമ്മ്യൂണിക്കേഷൻ വഴിയില്ല. ഹിമാലയത്തിൻ്റെ പല ഭാഗത്തും ഇവർ താമസിക്കുന്നിടത്തൊന്നും ആരാ ഇവരെ കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെ ഇവരെത്തുന്നത്, ഇപ്പോഴൊരു പിടികിട്ടാത്തൊരു വിഷയമാണത്. പക്ഷേ ഇവർ കൃത്യം, നിങ്ങൾക്കറിയാറില്ല, ഈ കുംഭമേളയുടെ ചില പ്രത്യേകം വെച്ചാൽ, കുംഭമേളയ്ക്ക് പ്രധാനമായിട്ട് 5 സ്നാനങ്ങളാണുള്ളത്. ഇതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് മിക്കവാറും ജനുവരി 14 മകരസംക്രാന്തി സ്നാനമാണ്. പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്തതാണ് അടുത്ത സ്നാനം, രണ്ടാമത്തെ സ്നാനമാണ് പ്രസിദ്ധമായ മറ്റൊരു സ്നാനം. അതിൻ്റെ പേരാണ് എന്താണ്, ഒരു പ്രധാനപ്പെട്ട സ്നാനം. അതിനാണ് ഈ നാഗസന്യാസിമാർ, ഈ എന്താണ് അതിന് പറയുക, എന്തൊരു പേരാണത്, എൻ്റെ പേര് പോയി. ഓരോരുത്തർക്കും ഓരോ സമയം വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മൂന്നാമത്തെ സ്ഥാനമാണ് ഈ എന്ത് പഞ്ചമിയാണ്, വസന്തപഞ്ചമി എന്ന് പറയുന്ന സ്നാനം, വസന്തപഞ്ചമി. അത് കഴിഞ്ഞിട്ട് ഇപ്പം ഫെബ്രുവരി 12 കഴിഞ്ഞ സ്നാനം, അമാവാസി സ്നാനം കഴിഞ്ഞു. ഇനിയുള്ളതാണ് ശിവരാത്രി 26th സ്നാനം. ഇങ്ങനെ 5 സ്നാനത്തോടുകൂടി പ്രോഗ്രാം പൂർണ്ണമായി. ഈ സ്നാനത്തിന് ഓരോ അഖാഡകൾക്കും സന്യാസിമാർക്കും ഒക്കെ ഒരു പ്രാധാന്യമുണ്ട്. അപ്പം ആ ദിവസം അവർ വരും, ആ ദിവസമേ അവർ വരുള്ളൂ, അവർ കുളിച്ച് പോവുകയും ചെയ്യും. അപ്പം അങ്ങനെയൊക്കെ ചില പ്രത്യേകതകൾ ഈ കുംഭമേളയ്ക്ക് കാണാം. അപ്പം ഇവിടെ അന്നത്തെ കാലത്ത് സമ്പൂർണ്ണ സൂര്യഗ്രഹണമുള്ള സമയത്ത് അന്ന് നടന്നൊരു കുംഭമേളയാണ്. എവിടെ? സമന്ത പഞ്ചക തീർത്ഥം. അത് ഹരിയാന കുരുക്ഷേത്രയിലാണ്. അവിടെയാണ് എല്ലാവരും ഒത്തുചേർന്നത്. നിങ്ങൾക്ക് അത്ഭുതം വരും, ആരൊക്കെയാണ് അവിടെ എത്തിച്ചേർന്നത് എന്ന് 82-ാം അധ്യായത്തിൽ 13-ാം ശ്ലോകം. ഈ ഭാഗവതം എഴുതിയിട്ട് എത്ര വർഷമെന്നറിയോ? ഭാഗവതത്തിൻ്റെ ഒരു പീരീഡ് എന്ന് പറയുന്നത്, ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് ഒരു 5000-ഓളം വർഷം പഴക്കമുള്ള കൃതിയാണ് ഏത്? ഭാഗവതം. അതായത് ഈ ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും ലോകത്തിൽ വന്നിട്ട് 2000 വർഷമായിട്ടുള്ളൂ. ഇന്ന് കാണുന്ന ഇസ്ലാം മതമൊക്കെ വന്നിട്ട് കേവലം 2000 വർഷം ആയു എന്ന് വെച്ചാൽ ആവുന്നേ ഉള്ളൂ. അവർ പക്ഷെ സമ്മതിക്കില്ലായിരിക്കും. പക്ഷെ ഇസ്ലാം മതം വരുന്നതിന് മുമ്പാണ് ക്രിസ്തു മതം വന്നത്. ഇന്നിപ്പോൾ 2025 ആക്കിയത് ആരാണ്? ഈ 2025 ആക്കിയത് ആരാണ്? ഇത് ക്രിസ്ത്യൻസ് ആക്കിയതാണ്. കാരണം ക്രിസ്തുവിന് ശേഷം, ക്രിസ്തു മരിച്ചിട്ട് ആ കാലം മുതൽ കണക്കൂട്ടിയതാണ് 2024. 2024 അല്ല നമുക്കുള്ളത്. നമ്മൾ ഇന്ത്യൻസ് വാശി പിടിക്കാത്തതുകൊണ്ടാണ്. നമ്മൾ കൃഷ്ണൻ്റെ കാലഘട്ടവും രാമൻ്റെ കാലഘട്ടമൊക്കെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 2024-25 യാതൊരു ബന്ധമില്ല. ഇത് യൂറോപ്യൻസിൻ്റെ അവരുടെ മേധാവിത്വത്തിലാണ് 2025 എന്നുള്ള വർഷം. ഏതായാലും ഇവിടെ ആ മതങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് അന്ന് സമന്ത പഞ്ചകത്തിൽ ആരൊക്കെയാണ് പോയത്? കണ്ടോ നിങ്ങൾ? 13-ാം ശ്ലോകം കണ്ടോ? ആ ബുക്ക് പേജ് എടുക്കണം നിങ്ങൾ. 82-ൽ 13 കണ്ടോ? മത്സ്യം എന്ന് പറഞ്ഞാൽ മീൻ പോയി എന്നല്ല, മത്സ്യവംശക്കാർ പങ്കെടുത്തു. ഉശീനര വംശക്കാർ പങ്കെടുത്തു.
പിന്നെ ആരാണ്? കൗസല്യ. കൗസല്യ എന്ന് പറഞ്ഞാൽ കൗസല്യാദേവിയുടെ വംശം പങ്കെടുത്തു. വിദർഭ, ഇന്നലെ നമ്മൾ കണ്ടു, രുക്മിണി ദേവി ഏത് വംശക്കാരിയാണ്? വിദർഭയാണ്. ആ വംശം പങ്കെടുത്തു. അപ്പം നോക്കണം നിങ്ങൾ, വിദർഭ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഗുജറാത്തിൻ്റെയും മഹാരാഷ്ട്രയുടെയും ബോർഡറിലാണ്. മറ്റേ കൗസല്യയുടെ രാജവംശം എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് യു പിയുടെ വേറൊരു ഭാഗത്താണ്. അതായത് പല ഭാഗത്തുള്ള ഒരു കുംഭമേളയായിരുന്നു എന്നർത്ഥം. മത്സ്യവംശം എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് അന്ന് ഇവിടെയായിരുന്നു, ബീഹാറിൽ, ഇന്നത്തെ ബീഹാറിലായിരുന്നു. പിന്നെ കുരുവംശം യു പി, ഡൽഹിയിലാണ് കേന്ദ്രമായിരിക്കുന്നത്. സൃഞ്ജയാൻ, അവരൊക്കെ ഹരിയാന ഭാഗങ്ങളിലുള്ള വംശക്കാരായിരുന്നു. കാംബോജന്മാർ, അവരങ്ങ് നേപ്പാൾ ഭാഗത്തുള്ള സ്ഥലം. കൈകയാൻ, കൈകേയിയുടെ വംശം. കൈകേയിയുടെ വംശവും ഏറെക്കുറെ നോർത്ത് ഭാഗത്ത്, ബീഹാറിൻ്റെ ഒക്കെ ആ ഭാഗത്തൊക്കെ ഉള്ള സ്ഥലമാണ്. മദ്രാൻ, മദ്രാൻ മദ്രാൻ എന്ന് പറഞ്ഞാൽ ഇതാണ് ജരാസന്ധൻ്റെ വംശം. കുന്തിനാൻ, കുന്തിയുടെ വംശം. കുന്തിയുടെ വംശമാണ് ഏത്? യു പിയിലുള്ള, അതായത് കുന്തിയുടെ വംശത്തെയാണ് വസുദേവരുടെ വംശം എന്ന് പറയുക. അതിനെ ഓർത്തുകൊണ്ട് പറയുകയാണ്. ആനർത്തക വംശ, കംസൻ്റെ ഒക്കെ വംശമാണ്. കേരളാൻ. ഈ കേരളം എന്നൊരു വാക്ക് 5000 വർഷം മുമ്പ് ഭാഗവതത്തിലുണ്ടെന്ന് ഈ ശ്ലോകം വായിച്ചപ്പോഴാണ് മനസ്സിലായത്. അപ്പം കേരളം എന്ന് പറഞ്ഞൊരു വംശം ചിരപുരാതന കാലം മുതൽക്ക് തന്നെ ഭാരതത്തിലുണ്ടായിരുന്നു. അങ്ങനൊരു വംശം അന്ന് അവിടെ നടന്ന സമന്ത പഞ്ചക തീർത്ഥത്തിൽ നടന്ന ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ നമ്മളൊക്കെ അന്നുള്ളവരായിരിക്കാം, പറയാൻ പറ്റില്ല. അതായിരിക്കും ഇന്നും കേരളക്കാരായിട്ട് നമ്മൾ തുടരുന്നത്. അത്ഭുതമല്ലേ ഇത്? ഇങ്ങനൊരു ശബ്ദം ആദ്യമായിട്ടാണോ നിങ്ങൾ കേൾക്കുന്നത്? ആണോ? ഭാഗവതത്തിൽ ഇങ്ങനൊരു കേരളൻ എന്നൊരു വംശം സമന്ത പഞ്ചക തീർത്ഥത്തിൽ അന്ന് കൃഷ്ണൻ നടത്തിയ ആ കുംഭമേളയിൽ പങ്കെടുത്തിരുന്നു. അങ്ങനെ അതിൽ പലരും ഗോപികമാരൊക്കെ വന്നിട്ടുണ്ട്. ഇനി കഥയിലേക്ക് കിടക്കുകയാണ്. ഗോപികമാരെയൊക്കെ കണ്ടിട്ട് കൃഷ്ണൻ പറഞ്ഞു, സോറി പറഞ്ഞു. കാരണം കൃഷ്ണൻ അന്ന് പ്രോമിസ് ചെയ്തിരുന്നു, 14 വർഷം കഴിഞ്ഞ് കൃഷ്ണൻ അവിടുന്ന് പോകുമ്പോൾ ഞാൻ വരാം ഗോപികമാരെ, ഞാൻ വന്നിരിക്കും, തിരിച്ചു വന്നിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ആശ്വസിപ്പിച്ചത്. എന്നാൽ കൃഷ്ണനെ തിരിച്ച് വൃന്ദാവനത്തിലേക്ക് പോകാനേയും പറ്റിയിട്ടില്ല. കൃഷ്ണൻ പറഞ്ഞു, ഗോപികമാരെ, കാലവൈപരീത്യം ആർക്കും മാറ്റാൻ പറ്റില്ല. കാലഗതി കർമ്മഗതി ആർക്കും തടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ക്ഷമ ചോദിക്കുകയാണ്, എനിക്ക് വരാൻ സാധിച്ചില്ലല്ലോ ഗോപികമാരെ. എന്നിട്ട് അവരോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ഒരു വരം എന്നിൽ നിന്നും നിങ്ങൾ സ്വീകരിക്കണം. ആ ഗോപികമാര് കൃഷ്ണനോട് ചോദിക്കുന്ന വരമാണ് 82-ാം അധ്യായത്തിൽ. ഇതാണ് നമ്മളൊക്കെ പഠിച്ചു വെക്കേണ്ടത്. 49-ാമത് ശ്ലോകത്തിൽ ഒരു ക്ഷേത്രത്തിൽ പോയാൽ എന്താ നമ്മൾ പറയേണ്ടത്? ഞാൻ മനസ്സിലാക്കിയില്ല. ഈ ഒരു ശ്ലോകം നിങ്ങൾ പഠിച്ചു വെച്ചാൽ നല്ലതാണ്. എന്താണ് ഭഗവാനോട് ആവശ്യപ്പെടേണ്ടത്? എനിക്ക് ഈ ശ്ലോകം വായിച്ചപ്പോഴാണ് മനസ്സിലായത് ശരിക്കും വേണ്ടത് എന്താണെന്ന് ഈ ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നു. 14 വർഷം കൃഷ്ണൻ്റെ കൂടെ ആടിയും ഓടിയും ചാടിയും ചാഞ്ചാടിയും കളിച്ച ഗോപികമാര് കൃഷ്ണനിൽ നിന്ന് ചോദിക്കുന്ന വരം ഇതാണ്. ആഹുശ്ചതേ നളിനനാപപദാരവിന്ദം യോഗേശ്വരി ഹൃദി വിചിന്യമഗാധബോധൈ സംസാരകൂപപതിതോത്തരണാവലംബം കേഹം ചുഷാം മനസ്സി ഉദിയൽ സദാന്നം. എന്താ ചോദിക്കുന്നത്? ഹേ നളിനനാഭ പദാരവിന്ദം സദാ മനസ്സി ഉദിയാത്. സദാ, എപ്പോഴും എപ്പോഴും, സദാ മനസ്സിൽ ഉദിക്കട്ടെ, ഓർമ്മയിലുണ്ടാവട്ടെ. എന്താ ഓർക്കേണ്ടത്? ഹേ നളിനനാഭ പദാരവിന്ദം. പദാരവിന്ദം എന്ന് പറഞ്ഞാൽ നാമം എന്നർത്ഥമെടുക്കുക. ഭഗവാന്റെ പാദം, ഭഗവാന്റെ നാമം എപ്പോഴും മനസ്സിൽ ഉദിയാൽ, എപ്പോഴും മനസ്സിൽ തോന്നണം. കാരണം ഞങ്ങൾ എവിടെ ഇരിക്കുന്നത്? സംസാരകൂപപതിതം, സംസാരമാകുന്ന കൂപത്തിൽ വീണിരിക്കുന്ന ഞങ്ങൾക്ക് ഏക അവലംബനം ഈ നാമം മാത്രമാണ്. ഒരാലംബനമുള്ളത്, ആശ്രയമുള്ളത്,
ഒരു അവലംബനമുള്ളത്. അതുകൊണ്ട് ഇന്നും ഭഗവാന്റെ ആ നാമം മനസ്സിൽ ഉദിക്കാൻ അതിന് ഞങ്ങളെ അനുഗ്രഹിക്കണം. എപ്രകാരമാണോ യോഗീശ്വരന്മാരായ ആളുകൾ അവരെ ഹൃദയത്തിൽ എപ്പോഴും ആ നാമസ്മരണം കൊണ്ടു നടന്ന് അവരാ അങ്ങയിൽ ആസ്വദിക്കുന്നത്, അങ്ങയിൽ മുങ്ങിത്താഴ്ന്നിരിക്കുന്നത് അഗാധബോധൈ, ഇതുപോലെ ഞങ്ങൾക്കും നാമസ്മരണയിലൂടെ ഞങ്ങളുടെ ജീവിതം ധന്യമാക്കാൻ അനുഗ്രഹിക്കണം. ഇതിൽ പരം ഒരു വരവും വേണ്ട. കൃഷ്ണനോട് ഒന്നും ചോദിക്കുന്നില്ല. ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം, ഞങ്ങൾക്ക് രോഗങ്ങൾ ഉണ്ടാവരുത്, ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്, ഒന്നും ചോദിക്കണില്ല. ചോദിക്കുന്നത് എന്താണ്? സദാ മനസ്സിൽ എന്നും മനസ്സിലുദിക്കണം. ഏതാണ്? നളിനനാഭപദാരവിന്ദം. ഈ ഭഗവാനെ അവിടുത്തെ പാദാരവിന്ദം എന്ന് പറഞ്ഞാൽ നാമസ്മരണം മനസ്സിലുദിക്കണം. ഇതിൽ പരം ഒരു വരവും വേണ്ട. ഇതൊക്കെയല്ലേ ശരിക്കും പ്രാർത്ഥിക്കേണ്ടത്? ഇതല്ലേ ആവശ്യപ്പെടേണ്ടത്? അതുകൊണ്ടാണ് ഈ ശ്ലോകം ഓർത്തു വയ്ക്കണം എന്ന് ഞാൻ പറഞ്ഞത്. 14 കൊല്ലം കൃഷ്ണൻ്റെ കൂടെ ജീവിച്ച ഗോപികമാർക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതാണ്. ഇപ്രകാരം ഗോപികമാരെ ഭഗവാൻ ആശ്വസിപ്പിച്ചും അനുഗ്രഹിച്ചും പറഞ്ഞയച്ചതിന് ശേഷം ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ധാരാളം മഹാത്മാക്കൾ അവിടെ എത്തിച്ചേരുകയാണ്. വേദവ്യാസ മഹർഷി ഭാഗവത്തിൽ തന്നെ പറയുന്നുണ്ട്. 84-ാം അധ്യായത്തിൽ ദ്വൈപായനൻ, നാരദൻ, ജവനൻ, ദേവലോ, അസിത, വിശ്വാമിത്ര, ശതാനന്ദൻ ഇവരെ തുടങ്ങിയ അനവധി മഹർഷിവര്യൻ ഇവരെ സ്വാഗതം ചെയ്തിട്ട് കൃഷ്ണൻ പറയുന്നു, ജന്മം സുഹൃതമായി, ജന്മം സഫലമായി. കാരണം നഹി അമ്മയാനി തീർത്ഥാനി ന ദേവാമൃച്ഛലാമയ തേ പുനന്തിരുകാലേന ദർശനാദേവ സാധവ. നിങ്ങൾ എത്ര തീർത്ഥസ്ഥലങ്ങളിൽ പോയിക്കോളൂ, എത്ര അമ്പലങ്ങളിൽ പോയിക്കോളൂ, പക്ഷേ സത്സംഗത്തിലൂടെ കിട്ടുന്ന പവിത്രത, സത്സംഗത്തിലൂടെ കിട്ടുന്ന വ്യക്തത, സത്സംഗത്തിലൂടെ കിട്ടുന്ന അനുഗ്രഹം അത് വേറെ ഒരു സ്ഥലത്തൊന്നും കിട്ടില്ല എന്ന് പറയുന്നു. ഭഗവാൻ ഇവിടെ ഏറെ പ്രാധാന്യം കൊടുത്തത് ദർശനാദേവ സാധവ, സാധുജനങ്ങളുടെ കൂടെ ഇരുന്ന് സാധന ചെയ്യുന്നതിലാണ് ഏറ്റവും വലിയ അനുഗ്രഹം ഇരിക്കുന്നത് എന്ന് പറയുകയാണ്. നഹി അമ്മയാനി തീർത്ഥാനി, തീർത്ഥസ്ഥലങ്ങളിൽ, വലിയ തീർത്ഥസ്ഥലങ്ങളിൽ പോയാൽ സ്വല്പമൊക്കെ പുണ്യം കിട്ടുമായിരിക്കാം, പക്ഷെ ദർശനാദേവ സാധവ എന്നാണ് കൃഷ്ണൻ ഗുരുവായൂരപ്പൻ തന്നെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? ഇപ്പം സാധനയും സത്സംഗവും ഇത് രണ്ടും ആണ് നമ്മുടെ അടിസ്ഥാനം. തൊഴുതുപോവലല്ല, സാധനയും സത്സംഗവും. സാധനയും അതാണ് ശങ്കരാചാര്യ സ്വാമികളും പറയാം, സത്സംഗത്വേ നിസ്സംഗത്വം, നിസ്സംഗത്വേ നിർമോഹത്വം, നിർമോഹത്വേ നിശ്ചലതത്വം, നിശ്ചലതത്വേ ജീവൻ മുക്തി. സത്സംഗമാണ്, സാധനയാണ്. എന്നിട്ട് ഭഗവാൻ പറയുന്ന വരികളാണ്. എന്തുകൊണ്ടാണ് സാധന അത്രയും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്? നാഗ്നിർന്ന സൂര്യോ ന ചന്ദ്രതാരകാം നഭൂജലം കം ചസനോദമങ്മന ഉപാസിതോ വേദകൃതോ ഖരന്ത്യകം വിപശ്ചിതോഗ്നന്തി മുഹൂർത്ത സേവയാ. അതായത് നമ്മൾ എത്രത്തോളം നിങ്ങൾ തീർത്ഥസ്ഥലങ്ങളിലൊക്കെ പോയാലും നമ്മുടെ ഉള്ളിലുള്ള ഭേദബുദ്ധി ഒരിക്കലും മാറില്ല എന്നാണ് പറയുന്നത്. ഭേദബുദ്ധി മാറില്ല. ഇപ്പം എന്താ ഈ ഭേദബുദ്ധി പറഞ്ഞാൽ? ഭഗവാൻ നമ്മളിൽ നിന്നും വേറെയാണെന്നൊരിക്കലും നമുക്കങ്ങോട്ട് വിട്ടുപോയില്ല. അതാണ് ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയാലും നിങ്ങൾ ആ ഭേദബുദ്ധിയിലാണ് പോകുന്നത്. എന്നാൽ സത്സംഗത്തിന് പോകുമ്പോഴാണ് ഭഗവാൻ ഹൃദയത്തിലിരിക്കുന്നു എന്ന് നമ്മൾ ഓർമ്മിക്കുന്നത്. അപ്പം ഹൃദയത്തിൽ ഭഗവാനെ ഉറപ്പിക്കുന്ന സത്സംഗമാണ്, ഹൃദയത്തിലാണ് ഭഗവാൻ എന്നുറപ്പിക്കുന്ന സത്സംഗവും സാധനയുമാണ് തൊഴുതു പോകുന്നതിനേക്കാൾ ഭഗവാൻ നമ്മളിൽ നിന്ന് വേറെയാണെന്ന് തോന്നിപ്പിക്കുന്ന തൊഴുതു പോകുന്നതിനേക്കാൾ സർവശ്രേഷ്ഠമെന്നാണ് ഭാഗവതം പറയുന്നത്. എന്നിട്ട് അടുത്ത വരി പറയുന്ന വരികളാണ് ഒരുപക്ഷെ നിങ്ങൾക്കൊരു കുത്തായി മാറുക. അതാണ് എല്ലാവർക്കും ഒന്ന് പഠിക്കേണ്ടതും. യസ്യാത്മബുദ്ധി കുണവേ ത്രിധാതുകേ സ്വദീകളത്രാദിഷു ഭൗമയീച്യതി യത്തീർത്ഥബുദ്ധി സലിലേന കർഹിജിൽ
ജനേഷ വിജ്ഞേഷു സയേവ ഗോകര. ആരുടെ ബുദ്ധിയാണോ, ആത്മബുദ്ധിയാണോ, കുണബെന്ന് പറഞ്ഞാൽ 3 ധാതുക്കൾ നിറഞ്ഞ ശരീരത്തെ കുണബെന്ന് വിളിക്കും. വാതപിത്ത കപധാതുക്കളാൽ നിറഞ്ഞ ഈ ശരീരത്തിന് വേണ്ടി, എന്ന് വെച്ചാൽ ശരീരത്തിൻ്റെ ഭാഗമാണ് താൻ, ശരീരമാണ് തൻ്റെ അടിസ്ഥാനം എന്ന് തെറ്റിദ്ധരിച്ച്, ശരീരമാണ് തൻ്റെ ആശ്രയം എന്ന് തെറ്റിദ്ധരിച്ച്, ശരീരത്തിൻ്റെ സൗഖ്യത്തിനും ഭാര്യ, കുടുംബം, വീട്, ഇതൊക്കെയല്ലേ ഇപ്പോൾ പറയാനുള്ളത്, ഇതിനൊക്കെ വേണ്ടി തീർത്ഥസ്ഥലങ്ങളിൽ തീർത്ഥബുദ്ധി, അതുപോലെ സലിലം, കുളത്തിലൊക്കെ തീർത്ഥസ്ഥലങ്ങളിൽ പോയി കുളിക്കുന്നു, ഒക്കെ ചെയ്തോളൂ. പക്ഷേ അഭിജ്ഞന്മാരായ ജനങ്ങളുടെ അടുത്ത് പോയി ഹൃദയത്തിലാണ് ഈശ്വരൻ എന്ന ബോധം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, അഭിജ്ഞന്മാരായ ആളുകളുടെ അടുത്ത് പോയി, സത്സംഗങ്ങളിൽ പോയി ഹൃദയത്തിലാണ് ഈശ്വരൻ ഇരിക്കുന്നതെന്ന സത്യം ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ, നിങ്ങളേത് തീർത്ഥസ്ഥലങ്ങളിൽ പോയാലും നിങ്ങളൊരു സയേവ കോകര, കഴുതകളാണെന്ന് പറയാം. ഇപ്പം കേവലം തൊഴുതു പോയാൽ ആരായി മാറും? ആരായി മാറും? കഴുതകളായി മാറുന്നവരെ. തൊഴുതു പോകുന്നവരെ കഴുത എന്ന് വിളിച്ച ഒരേ ഒരു അവതാരം കൃഷ്ണൻ തന്നെയായിരിക്കും. നിങ്ങൾ നോക്കുന്ന ആ കൃഷ്ണനെ തന്നെ തൊഴുതു പോകുന്ന കഴുതകളാണെന്ന് കൂടുതലും. നോക്കൂ, നിങ്ങൾ ഒരു ക്ഷേത്രത്തിൽ പോയാൽ തൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഭഗവാനെ, പട്ടതിരിപ്പാട് പറഞ്ഞതുപോലെ, ഏവം ദുർലഭ്യവസ്തും നബി സുലഭതയാ ഹസ്തലദ്ദേയധന്യൽ തൻവാവാജാതിയാവാ ഭജതി പദജന ക്ഷുദ്രദൈവസ്ഫുടേയം. എൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ആരാണ്? നിശേഷമാത്മാനമേനം ഗുരുഭവന പുരാധീശം. അങ്ങനെ ഇരിക്കുന്ന ഭഗവാനെ ഉറപ്പിക്കാനാണ് നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ പോവേണ്ടതെന്ന് നമുക്ക് വ്യക്തത തരികയാണ്. ഇപ്പോൾ വെറുതെ തൊഴുതു പോയത് കൊണ്ട് യാതൊരു കാര്യമില്ല. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഭഗവാൻ കൃഷ്ണനെ നോക്കുകയാണ്. വസുദേവര്, എല്ലാ മഹാന്മാരും വന്ന് കൃഷ്ണനെ തൊഴുന്നു, കൃഷ്ണൻ അവരെ വയ്ക്കുന്നു, കൃഷ്ണൻ അവരുടെ കൂടെ സത്സംഗവും മറ്റും. വസുദേവർക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി. ഞാൻ അച്ഛനായിട്ട് പോലും കൃഷ്ണനെ വേണ്ട പോലെ പ്രയോജനപ്പെടുത്തിയിട്ടില്ലല്ലോ. എന്തോ കൃഷ്ണൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ആരിയിരിക്കുന്നത്? വസുദേവ്. തനിക്ക് ഗതി തരും കൃഷ്ണൻ, കാരണം കൃഷ്ണൻ്റെ അച്ഛനല്ല ഞാൻ. അപ്പോഴാണ് വസുദേവർക്ക് മനസ്സിലായത്, അങ്ങനെ കൃഷ്ണൻ ഗതി തരാൻ പോകുന്നില്ല. അപ്പം ആ കൃഷ്ണനോട് ചോദിക്കണം, തൻ്റെ ജീവിതത്തെ ഒന്ന് വഴി കാണിച്ച് അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ വസുദേവർക്കും ഒരു മോഹം, കൃഷ്ണൻ സാധാരണ ഒരു പുത്രനല്ല, ഒരു അവതാരം തന്നെയാണ്, ജഗദ്ഗുരുവാണ്, ഭഗവാനാണ്. നാളെ കൃഷ്ണൻ വന്നാൽ കാൽക്കലൊന്ന് വിട്ട് നമസ്കരിക്കാം എന്നൊക്കെ വസുദേവർ തീരുമാനിച്ചു. പിറ്റേ ദിവസം ഭഗവാൻ ശ്രീകൃഷ്ണൻ അച്ഛനെ കാണാൻ വരുന്നു. പിതാവിനെ കണ്ടതും കാലൊക്കെ തൊട്ട് വന്നിച്ചു. അങ്ങനെ കാലൊക്കെ തൊട്ട് വന്നിച്ച സമയത്ത് വസുദേവർ കൈപിടിച്ചു കൃഷ്ണൻ്റെ, പറഞ്ഞു, ഞാൻ അനവധി ദുഃഖങ്ങളിലൂടെ കടന്നുപോയ ആളാണ്. എൻ്റെ ഉള്ളിൽ നീറി നീറി പുകയാണ് ദുഃഖങ്ങളൊക്കെ. അതൊന്നും എൻ്റെ ഉള്ളിൽ നിന്ന് പോയിട്ടില്ല കൃഷ്ണ. എനിക്കതൊന്നൊക്കെ ഒരു മോചനം വേണം. എൻ്റെ മനസ്സിനെ ഒന്ന് അനുഗ്രഹിച്ചുയർത്തണം. തന്നെ ഉയർത്തണം എന്ന് മകനോട്, കൃഷ്ണനോട് ചോദിക്കുമ്പോൾ അതിന് കൃഷ്ണൻ കൊടുക്കുന്നൊരു മറുപടിയുണ്ട്. എനിക്ക് തോന്നുന്നു, അമ്മയെ ഉപദേശിക്കുന്ന കപിലവാസുദേവനും അച്ഛനെ ഉപദേശിക്കുന്ന ഗുരുവായൂരപ്പനും. ഗുരുവായൂരപ്പൻ സ്വന്തം അച്ഛന് കൊടുക്കുന്ന ഒരു ഉപദേശമുണ്ട് 85-ാം അധ്യായത്തിൽ 22-23 ശ്ലോകത്തിൽ. അതിൽ 22-23 ശ്ലോകം സ്വന്തം പിതാവ് വസുദേവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. ആ വസുദേവരോട് പറയാണ്, അച്ഛൻ തന്നെ ഒന്ന് അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ സമയത്ത് 22-23 ഭജോന സമവേദാർത്ഥം താതൈ ഉപന്മഹേ പ്രത്യാഹ പ്രശ്രയാനം പ്രഹസ്ലൻ ശക്ലയാഗിര. തൻ്റെ അച്ഛൻ തൻ്റെ മുന്നിൽ വജോവസമവേദാർത്ഥം താതൈ ഉപവന്മഹേ എന്ന പുത്രാൻ സമുദ്ദേശ്യ
തത്വഗ്രാമ ഉദാഹൃത. താൻ പുത്രനാണ്, താൻ വിചാരിച്ചാൽ അച്ഛൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കും, അച്ഛനല്ലേ എന്നൊക്കെ കരുതി എൻ്റെ മുന്നിൽ ചോദ്യങ്ങളായിട്ട് വിഷമങ്ങളായിട്ട് നിൽക്കുന്ന അച്ഛനോട് കൃഷ്ണൻ പറയാണ് അഹം യൂയം. ആ ശ്ലോകങ്ങളൊക്കെ അണ്ടർലൈൻ ചെയ്താൽ നല്ലതാണ്. അഹം യൂയം അസൗ ആര്യ ഇമേ ചദ്വാരകൗകസാം സർവേപ്യേവം യദുശ്രേഷ്ഠം വിമൃശ്യ സചരാചരം ആത്മാഹേക നിത്യോ സ്വയം ജ്യോതി നിത്യോന്യോ നിർഗുണോ ഗുണീ. അഹം, അഹം എന്ന് പറഞ്ഞാൽ ഞാൻ, കൃഷ്ണൻ. യൂയം എന്നാൽ അച്ഛൻ. അസൗ ആര്യ എന്ന് പറഞ്ഞാൽ, ആര്യൻ എന്ന് പറഞ്ഞാൽ ജ്യേഷ്ഠൻ. ദ്വാരകൗകസ, ദ്വാരകാവാസികളെല്ലാവരും. അവിടെ നിർത്തിയില്ലേ കൃഷ്ണൻ. സർവേബി എന്ന് പറഞ്ഞാൽ എല്ലാവരും, ഈ ഭൂമിയിലുള്ള എല്ലാവരും. ആത്മാ ഹി ഏക, അതാണ് തത്വം. ഒരേ ആത്മാവ് തന്നെയാണ്. സ്വയം ജ്യോതി നിർഗുണോ, സ്വയം ജ്യോതി നിർഗുണോ ഗുണേ, എല്ലാ ഗുണങ്ങളിൽ നിന്നും അതീതമായ ആത്മാവ്. ചുരുക്കി പറഞ്ഞാൽ അച്ഛൻ്റെ പ്രശ്നം എനിക്ക് പരിഹരിക്കാൻ സാധ്യമല്ല. അച്ഛൻ്റെ പ്രശ്നം അച്ഛൻ തന്നെ പരിഹരിക്കണം. എന്തൊരു സത്യം ഈ പറയുന്നത്, വല്ലതും നിങ്ങൾക്ക് മനസ്സിലാവുമോ? അതായത് അച്ഛൻ തന്നെ മനോബലം നേടുകയല്ലാതെ ഇതിനൊരു പരിഹാരമില്ല. ഞാനും അച്ഛനൊന്നും വേറെ വേറെ അല്ല. ഇത് കൃഷ്ണൻ അച്ഛനോട് തുറന്നു പറയുകയാണ്. തൻ്റെ മുന്നിൽ ദുഃഖങ്ങൾ അവതരിപ്പിച്ച അച്ഛനോട് ഞാൻ പരിഹരിച്ചു തരാം എന്നല്ല പറയുന്നത്, ആശ്വസിപ്പിക്കുകയല്ല ചെയ്യുന്നത്, സമാധാനിപ്പിക്കുകയല്ല ചെയ്യുന്നത്. അച്ഛന് മനോബലം വേണോ, സാധന ചെയ്യണം. അത് അച്ഛനായാലും ശരി, അമ്മയായാലും ശരി. ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് മനസ്സമാധാനം വേണോ, മനോബലം വേണോ? മനോബലമാണ് വേണ്ടതെങ്കിൽ വേറെ ഒരു വഴിയില്ല, സാധന ചെയ്യണം. സമാധാനമാണ് വേണ്ടതെങ്കിൽ അമ്പലത്തിൽ തൊഴുതു പോയാൽ മതി. പക്ഷെ മനോബലം കിട്ടില്ല, അതിന് സാധന നിരന്തരം ചെയ്യേണ്ടതുണ്ട്. ഇത് അച്ഛന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് കൃഷ്ണൻ.